അപ്പോൾ തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറയുന്ന പോലെ ഞാനിങ്ങനെ ആഗ്രഹിച്ച് നടക്കുമായിരുന്നു ഈ ബ്രൈറ്റ് റെഡ് ആയിട്ടുള്ള സിന്ദൂരം വാങ്ങണമെന്ന്. എനിക്ക് സ്റ്റേജിൽ വെച്ച് നമ്മുടെ കല്യാണ ദിവസം സച്ച് നെറ്റിയിൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ചെപ്പ് എൻ്റെ കയ്യിൽ തന്നു. അത് ഞാൻ എവിടെയോ സൂക്ഷിച്ച് വെച്ചു. പക്ഷേ സൂക്ഷിച്ച് വെച്ച സ്ഥലം മറന്നുപോയിട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇങ്ങനെ പൊടിയായിട്ടുള്ള സിന്ദൂരം എനിക്ക് ഇഷ്ടപ്പെട്ട കളറിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് പക്ഷേ എനിക്കത് കറക്റ്റ് കിട്ടി കേട്ടോ. ഈ സിന്ദൂരം തൊടുക തൊടാതിരിക്കുക എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. കല്യാണത്തിന് ശേഷം മിക്കവാറും നിങ്ങൾ എന്നെ സിന്ദൂരം തൊട്ടിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ ഈ കമൻസ് വരാറുണ്ട്, ഇതൊക്കെ ആദ്യമേ ഉള്ള ആഗ്രഹമൊക്കെ ഉള്ളൂ, അത് കഴിയുമ്പോൾ തൊടൂലാന്ന്. ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. എന്തായാലും ഇപ്പോൾ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഈ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെയാണ് എനിക്ക് കൂടുതൽ ആഗ്രഹം. ഇപ്പം സിന്ദൂരം തൊടുക എന്ന് പറയുന്നത് കംപ്ലീറ്റ് അതിൻ്റെ മീനിങ് ഉൾക്കൊണ്ട് അത് അതിൻ്റേതായ രീതിയിൽ ചെയ്യാം, അങ്ങനെയുള്ളൊരു നിർബന്ധ ബുദ്ധിയൊന്നും എനിക്കില്ല കേട്ടോ. ഈ ട്രഡീഷണൽ ഡ്രസ്സിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് കാണാനൊരു രസം എനിക്ക് തോന്നാറുണ്ട്. കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ മസ്റ്റായിട്ട് സിന്ദൂരം തൊടണം അങ്ങനെയൊന്നും എനിക്കില്ല. ഈ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ, അതാണ് എന്നെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. സിന്ദൂരം, താലിമാല, കല്യാണ മോതിരം ഇതൊക്കെ ഇടണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം മാത്രമാണ്. അതിനകത്തൊന്നും ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത്. അപ്പോൾ എൻ്റെ ആഗ്രഹത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ട കളറിൽ തന്നെ സിന്ദൂരം കിട്ടിയിട്ടുണ്ട് കേട്ടോ.